ഹലോ, ഇന്ന് നമ്മളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഒരു ടീ കേക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമേ. പെട്ടെന്നൊരു കേക്ക് തിന്നണമെന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. ഓവനും ബീറ്ററും ഒന്നും ഇല്ലെങ്കിലും ഒരു മിക്സിയുടെ ജാറ് മാത്രമാണ് ഞാൻ ഇത് യൂസ് ചെയ്തേക്കുന്നത്. അല്ലാതെ അളവ് കപ്പ് പോലും ഇല്ല, ഒന്നുമില്ലാതാണ് നമ്മളിതുണ്ടാക്കിയിരിക്കുന്നത്. ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഒരു മിക്സിയുടെ ജാറ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. വളരെ സോഫ്റ്റാണ്. നോക്കി, ഞാൻ ചൂടാറുന്നതിന് മുമ്പാണ് ഇത് ഇളക്കിയെടുത്തതും കട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞണക്കിരിക്കുന്നത് കേട്ടോ. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്താൽ മതി. അപ്പോൾ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് കിട്ടും കേട്ടോ. ഇതിനകത്താണെങ്കിൽ ഞാനാണെങ്കിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ബേക്കിംഗ് പൗഡർ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഒരെണ്ണം മേടിച്ച് വെച്ചാൽ മതി. നമുക്കിത് കണക്ക് കേക്ക് ഉണ്ടാക്കാൻ തോന്നുമ്പോൾ കഴിക്കാം. ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് യൂസ് ചെയ്തേക്കുന്നത്. ഞാൻ ദാണ്ട് ഈ ഒരു മിക്സിയുടെ ജാർ മാത്രമാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നീട് ദാണ്ട ചായ കുടിക്കുന്നത് ഇതേ കണക്കൊരു ഗ്ലാസ്സാണ് കേട്ടോ. സ്റ്റീലിൻ്റെ ചെറിയൊരു ഗ്ലാസ് കേട്ടോ. ഇതിൻ്റെ അളവിലാണ് ഞാൻ എല്ലാം ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ. ഈ ഒരു മെഷറിംഗ് കപ്പിന് പകരം ഞാൻ ഈ ഒരു സ്റ്റീൽ ഗ്ലാസ്സിലാണ് പഞ്ചസാര ഇളക്കുന്നത്. ഇതിനൊരു കപ്പ് മൈദയ്ക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനൊരു 1/4 ഗ്ലാസ്, അര ഗ്ലാസ്സിലും കുറച്ചും കൂടെ, 1/4 ഗ്ലാസ് തികച്ചില്ല. ഒരുപാട് മധുരമില്ല, ഓവർ മധുരമില്ലാതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് നല്ല മധുരത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസ് എടുത്തോളൂ കേട്ടോ. ഞാനൊരു അര ഗ്ലാസ്സിന് മുകളിലും 1/4 ഗ്ലാസ്സിന് താഴെയായിട്ടാണ് പഞ്ചസാര എടുത്തത്. ആദ്യം നമുക്ക് ഈ പഞ്ചസാര അങ്ങ് പൊടിച്ച് വെക്കാം കേട്ടോ. ഞാൻ നന്നായിട്ട് തന്നെ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ജാറിൽ തന്നെയാണ് നമ്മൾ ഒരു മുട്ടയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പം ഫ്രിഡ്ജിനകത്തിരുന്നിട്ട് കുറച്ച് നേരം എടുത്ത് വെളിയിൽ വെച്ചെന്നേ ഉള്ളൂ. ഒരുപാട് തണുപ്പൊന്നും പോയ മുട്ടയൊന്നും അല്ല കേട്ടോ. ഞാനങ്ങനെ ഫ്രിഡ്ജിനകത്തുനിന്ന് അങ്ങനെ റൂം ടെമ്പറേച്ചർ അങ്ങനെയൊന്നും ഞാൻ നോക്കാറില്ല കേട്ടോ. എനിക്ക് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടാറുണ്ട് കേട്ടോ. അങ്ങനെ ദാണ്ട് നമ്മൾ മുട്ടയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സിയിൽ കറക്കിയെടുക്കണം കേട്ടോ. ഒരു 1-2 മിനിറ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതിയേ. ആ മുട്ടയും പഞ്ചസാരയും കൂടെ ഒന്ന് നന്നായിട്ട് മെൽറ്റായി വരണേ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് എണ്ണയാണ് അളക്കേണ്ടത്. പക്ഷേ മൈദ അളന്ന് വെച്ചിട്ട് നമുക്ക് എണ്ണ ഇളക്കാം. അല്ലെങ്കിൽ എണ്ണ അളന്നിട്ട് മൈദ ഇളക്കുവാണെങ്കിൽ ആ ഫുള്ളായിട്ട് ആ മൈദയൊക്കെ അതിനകത്ത് ഒട്ടിപ്പിടിക്കുമല്ലോ. അത് കാരണം ഞാൻ ആദ്യം തന്നെ മൈദ അങ്ങ് അളന്ന് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഒരിത്തിരി അങ്ങനെ നിന്ന് തറയപ്പോൾ ഒന്ന് കുടിക്കാൻ നോക്കിയതാണ് കേട്ടോ. അതൊക്കെ പോട്ടെ, നമുക്ക് അവിടെ അങ്ങ് ക്ലീൻ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ പിന്നെ അങ്ങ് എല്ലാം തൊടുന്നതിനകത്തും പിടിക്കുന്നതിനകത്തും എല്ലാം മാവാകും കേട്ടോ. നന്നായിട്ട് നമുക്ക് അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ബാക്കി ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ആണെങ്കിൽ നമ്മൾ ആ മൈദമാവ് ഒരു അരിപ്പയുണ്ടല്ലോ അതിനകത്തോട്ട് ഇടാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കണം. അത് കാരണമാണ് ഇത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് എണ്ണ അളന്നെടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ കേക്കിനൊരു വെളിച്ചെണ്ണയുടെ ഫ്ലേവർ ഉണ്ടാവുമെന്നേ ഉള്ളൂ. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ഫ്ലേവർ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ബട്ടറോ സൺഫ്ലവർ ഓയിലോ അതിലേത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഒരു 1/4 ഗ്ലാസ്സാണ് എടുത്തേക്കുന്നത്. അത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ച മാവുണ്ടല്ലോ, ഇതിപ്പോൾ നമ്മൾ കുറച്ച് നേരം വെക്കുമ്പോൾ ഇങ്ങനെ എണ്ണ എങ്ങനെ തെളിഞ്ഞ് വരുന്നതെന്ന് തോന്നുവാണെങ്കിൽ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും വരത്തില്ല. കരണ്ടി വെച്ച് നന്നായിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതാണ്ട് ആ മാവിനകത്തോട്ട് ഞാനൊരു ചെറിയ സ്പൂണാണ് കേട്ടോ ബേക്കിംഗ് പൗഡറും ഒരു അര സ്പൂൺ ബേക്കിംഗ് സോഡയാണ്, നമ്മൾ അപ്പക്കാരം എന്നൊക്കെ പറയത്തില്ലേ, അതുമാണ് ചേർത്തേക്കുന്നത്. പിന്നെ ഒരു 2 പിഞ്ച് ഉപ്പും കൂടെ നമ്മൾ ചേർക്കണം. എന്നാലേ ആ ഒരു കേക്കിനൊരു നല്ല കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ കേട്ടോ. അതേ കണക്ക് തന്നെ നമ്മളാണെങ്കിൽ ബാക്കി എല്ലാ സാധനവും നമ്മുടെ വീട്ടിൽ കാണും. മൈദ, ബേക്കിംഗ് സോഡ, പിന്നെന്താ ബാക്കി എല്ലാ സാധനങ്ങളും ഒരുവിധം എല്ലാം നമ്മുടെ വീട്ടിലുള്ളതാണ് അല്ലേ. ബേക്കിംഗ് പൗഡർ മാത്രം ചിലപ്പം കാണാൻ സാധ്യതയില്ല. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഒരെണ്ണം മേടിച്ച് വെച്ചോളൂ. അപ്പോൾ നമുക്ക് കൊതി തോന്നുമ്പോൾ നമുക്കൊരു കേക്കൊക്കെ ഉണ്ടാക്കി തിന്നാമല്ലോ. നമുക്ക് ബീറ്ററും ഓവനും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഒരു കേക്കൊക്കെ ഒരു തട്ടിക്കൂട്ട് കേക്കൊക്കെ ഉണ്ട്. തട്ടിക്കൂട്ടൊന്നും അല്ല കേട്ടോ, ഇത് നല്ല പെർഫെക്റ്റ് കേക്കായിരുന്നു കേട്ടോ. ഇനി നമ്മളിതാ കുറേശ്ശെ മാവിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. പിന്നെ സ്പാച്ചുലേഴ്സൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇളക്കിയെടുക്കാം. ഞാനിപ്പം സ്പൂൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഈ സ്പാച്ചുലർ ഇല്ല കേട്ടോ. അത് കാരണം ഞാൻ സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഇങ്ങനെ ഒരുപാട് സ്പീഡിൽ ഇങ്ങനെ ഇളക്കി അങ്ങനെ ആക്കണ്ട കേട്ടോ. പെയ്യനെ ഇളക്കി എടുക്കണേ. ഇപ്പം നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷേ കട്ടയൊന്നും ഉണ്ടാവരുത് കേട്ടോ. ഇത് പക്ഷേ നല്ല കട്ടിയിലല്ലേ ഇരിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് ലൂസാക്കി എടുക്കാം. കുറച്ച് പാലൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ.
ഇതിപ്പം കാച്ചി തണുപ്പിച്ച പാലാണ് ഞാൻ ഒഴിക്കുന്നത്. പച്ചപ്പാലാണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ വേവിച്ചല്ലേ എടുക്കുന്നത്. ഏത് പാൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പച്ചപ്പാലോ തിളപ്പിച്ചാറിയ പാലോ അങ്ങനെ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഒരുപാട് തണുപ്പുള്ള പാൽ യൂസ് ചെയ്യാതിരുന്നാൽ മതിയേ. ചെറിയ തണുപ്പൊക്കെ ഉണ്ടെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്കിപ്പോൾ ഈ വാനില എസൻസ് ഇല്ല, മുട്ടയുടെ ഫ്ലേവർ ഇങ്ങനെ ഇഷ്ടമല്ലാതെ വരുന്നെന്നുണ്ടെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ 2 ഏലക്ക ഉണ്ടല്ലോ, അതിൻ്റെ കുരു നമ്മൾ പഞ്ചസാര പൊടിക്കുമ്പം ചേർത്ത് കൊടുത്താൽ മതി, വാനില എസൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ കേട്ടോ. അങ്ങനെയാണെങ്കിൽ മുട്ടയുടെ ഫ്ലേവർ ഒന്നും വരത്തില്ലേ. നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുട്ടയുടെ ഫ്ലേവർ വരത്തില്ല. എന്നാലും ഒരു കേക്കിൻ്റെ ആ പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ വാനില എസൻസ് ചേർത്ത് കൊടുത്തത്. നിങ്ങളുടെ ഇല്ലെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. 2 ഏലക്കയുടെ കുരു മാത്രം പഞ്ചസാരയിലിട്ട് പൊടിച്ചെടുത്താൽ മതി. താണ്ട ഈ ഒരു പരുവത്തിന് ഉണ്ടോ. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ, ഒട്ടും തന്നെ കട്ടയില്ലാതെ നല്ല പെർഫെക്റ്റായിട്ട് ഞാൻ കലക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണേ മാവ് കലക്കിയെടുക്കാൻ. ഇനി ഞാനെന്തെങ്കിൽ ഒരു പ്ലേറ്റിനകത്താണ് ഇന്നുണ്ടാക്കുന്നത്. കേക്ക് ടീനൊന്നും ഉപയോഗിച്ചല്ല, ഒരു സാധാരണ നമ്മൾ ചോറ് കഴിക്കുന്ന പ്ലേറ്റാണ് ഇത്. അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഞാൻ തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മൈദാപ്പൊടി, ബട്ടർ പേപ്പർ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി ആ മൈദാപ്പൊടിയെ നമുക്ക് എല്ലായിടവും ഒന്ന് ആക്കിയെടുക്കണേ. എന്ന് വെച്ചാൽ നമ്മൾ പാത്രത്തിനകത്ത് ദാണ്ട് ഇതേ കണക്കൊന്ന് ആക്കി കൊടുത്താൽ മതി. എല്ലാ ഭാഗത്തോട്ടും ഒന്ന് എത്തണം എന്നേ ഉള്ളേ, ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ. ബാക്കിയുള്ള മൈദാപ്പൊടി ഉണ്ടല്ലോ, നമ്മൾ നന്നായിട്ടൊന്ന് തട്ടിക്കളയണം കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടുവേ. നോക്കിയേ, ഇപ്പം മൈദപ്പൊടി എല്ലായിടും ആയിട്ടുണ്ട്. എക്സ്ട്രാ ഉള്ള മൈദപ്പൊടി ഞാൻ തട്ടിക്കളയുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഞാനൊരു 15 മിനിറ്റ്, ഒരു 10 മിനിറ്റൊക്കെ മുമ്പ് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്ത പാത്രമാണ് കേട്ടോ. ഒരു അലൂമിനിയം പാത്രമാണ്. ഒരു അടപ്പും വെച്ചിട്ടുണ്ട്, അതിനകത്തൊരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് തീയിൽ നമ്മൾ ചൂടാക്കരുത്. ഒന്നി ലോ ഫ്ലെയിം, മീഡിയത്തിന് താഴെ വെച്ചിട്ടാണ്, ഒന്നി ലോ ഫ്ലെയിമിൽ അങ്ങനെ ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. കാര്യം എന്ന് വെച്ചാൽ അതിനകത്ത് ഇങ്ങനെ പുക വരരുത്. പുക വന്നു കഴിഞ്ഞാൽ നമ്മളുടെ കേക്കിന് ആ പുകയുടെ ചുവ ഉണ്ടാവും കേട്ടോ. ആ പുകയുടെ ചുവ ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് ആ പാത്രം ഒന്ന് ചൂടാക്കിയെടുക്കണേ. ഇതിപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. മീഡിയത്തിന് ഇച്ചിരി കുറച്ച് വെച്ചിട്ടാണ് ഇത് ചൂടാക്കിയെടുത്തിരിക്കുന്നത്. നന്നായിട്ട് ചൂടായിരിക്കുകയാണ്. ഇനി ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ പ്ലേറ്റ് ഒന്ന് ഇറക്കി വെക്കാനാണ് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കേട്ടോ. കൈ ആ സൈഡിൽ ഇങ്ങനെ തട്ടും എന്നുള്ളൊരു പേടിയാണ്. ചെറിയ പ്ലേറ്റാണ്, എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, കൈ എങ്ങനെ തട്ടാതെ. നിങ്ങളും ഇതിനൊക്കെ പാത്രം ഇറക്കി വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിറക്കി വെക്കണേ. ഇനി അത് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റാണ് ഞാൻ ആദ്യം വെച്ചത്. 20 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കിയപ്പം മുകൾ ഭാഗം അത്ര അങ്ങോട്ട് പെർഫെക്റ്റായിട്ട് വന്നിട്ടില്ല. വീണ്ടും ഞാൻ അടച്ച് വെച്ചൊരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മൊത്തം 30 മിനിറ്റാണ് ഞാൻ എടുത്തത്. നല്ല പോലെ ഇപ്പോൾ കണ്ടോ, ആ പുറം ഭാഗമെല്ലാം നല്ല പോലെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. നേരത്തെ ഞാനൊന്ന് കുത്തി നോക്കിയതാണ്, അവിടെ ഞാൻ വെച്ചിന് വേറൊരു സൈഡിലൂടെ കുത്തി വെക്കാണ്. അപ്പം എന്താ നല്ല ക്ലീനായിട്ട് കമ്പി കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ പപ്പടം കുത്തി വെച്ചിട്ടാണ്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഈർക്കിലോ എന്തെങ്കിലും വെച്ചിട്ട് കുത്തി നോക്കിയാൽ മതി, അതിനകത്ത് പറ്റി പിടിക്കാതിരുന്നാൽ മതി കേട്ടോ. ഇനി ഇതൊന്ന് പുറത്തെടുത്ത് വെച്ച് ചൂടാറണേ. ചൂടാറിയതിന് ശേഷം മാത്രമേ ഇത് ഇളക്കിയെടുക്കാവൂ കേട്ടോ. ഞാനേ ഇതൊന്ന് എടുക്കട്ടെ കേട്ടോ. ഇതിങ്ങനെ ഫോൺ വെച്ചിട്ട് നമുക്കിങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടായത് കാരണം ഞാനിങ്ങനെ എടുത്തപ്പോഴേ കൈ ഒന്ന് പതുങ്ങിയതാണ് അത് അടയാളം കാണുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരണം. ഇപ്പം നല്ല ചൂടാണ്, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല പഞ്ഞി പോലെ ഇരിക്കുകയാണ് ഈ കേക്ക്. ഞാനാണെങ്കിൽ അങ്ങോട്ട് പെർഫെക്റ്റായിട്ട് അങ്ങ് ചൂടാറാനൊന്നും കാത്തു നിന്നില്ല കേട്ടോ. ചെറിയ ചൂടൊക്കെ ഉണ്ടേ. കഴിക്കാനുള്ള ഒരു ആക്രാന്തം മൂത്ത് ഞാനാണെങ്കിൽ നന്നായിട്ട് ചൂടാറുന്നതിന് മുമ്പാണ് ഇത് ഇളക്കിയെടുക്കുന്നത്. അങ്ങനെ ഇളക്കിയെടുക്കുമ്പോഴേ ചെറുതായിട്ടൊന്ന് പൊടിയും കേട്ടോ, അല്ലാതെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നന്നായിട്ട് തന്നെ കിട്ടിയൊക്കെ ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഇളക്കിയെടുത്തപ്പോൾ ചെറുതായിട്ടൊന്ന് മുകളിലൊക്കെ ഒന്ന് പൊടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഇതേ ഇണക്ക് കിട്ടും. നല്ല പെർഫെക്റ്റ് കേക്കായിരുന്നു കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നോക്കി തൊട്ട് നോക്കുമ്പോൾ നല്ല സ്പോഞ്ച് പോലെ ഇരുന്ന് ഇത് കേട്ടോ. ഞാനത് ഉണ്ടാക്കിയ പാത്രവും കൂടെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പിടിച്ചിട്ടില്ല. ഞാൻ ചൂടാറുന്നതിന് മുമ്പ് ഇളക്കിയെടുത്തതിൻ്റെ ഒരു ഫോൾട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തുകൂടെ കാണിച്ചു തരാമേ. ഈ കത്തി അങ്ങോട്ട് ഇറങ്ങുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കേക്ക് കിട്ടിയേക്കുന്നതെന്ന്. ഇപ്പം മോള് വരാറായിട്ടുണ്ട് കേട്ടോ. അത് കാരണം എനിക്ക് അന്നേരം പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ചൂട് ആറുന്നതിന് മുമ്പ് തന്നെ ഞാനങ്ങ് ഡിമോൾഡ് ചെയ്തെടുത്തതും കട്ട് ചെയ്തതും ഒക്കെ കേട്ടോ.
അവൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് കഴിക്കാൻ കൊടുക്കണ്ടേ, അപ്പോൾ പിന്നെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് നിന്നാൽ എങ്ങനെ, അത് കാരണമാണ് ഞാൻ നേരത്തെ തന്നെ അങ്ങ് എടുത്തത് കേട്ടോ. നോക്കിയേ നല്ല വെയിലുണ്ട് കേട്ടോ, അത് കാരണമാണ് ഇങ്ങനെ കാണുന്നത്. നല്ല പെർഫെക്റ്റ് കേക്ക് തന്നെയായിരുന്നേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അത് കണക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടെ തരാനും മറന്നു പോകരുത് കേട്ടോ. കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ വേണം കേട്ടോ. അപ്പോഴേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ കേക്ക് നല്ല ടേസ്റ്റാണ്, നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഓവനോ ബീറ്ററോ അളവ് പാത്രമോ ഒന്നും തന്നെ വേണ്ട, നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി കേട്ടോ. ഒരു ബേക്കിംഗ് പൗഡർ നിങ്ങൾ മേടിച്ച് വെച്ചോളൂ കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ.